നമ്മൾ ഒരുപാട് ആളുകൾ പല ആവശ്യങ്ങൾക്കായിട്ട് എറണാകുളത്ത് വരാറുണ്ട്. അപ്പോൾ എറണാകുളത്ത് വരുമ്പോൾ ഒന്ന് പയ്യെ ഒന്ന് ചുറ്റിക്കറങ്ങാനും അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് പല പല സ്ഥലങ്ങളിലേക്കൊന്ന് മാറി മാറി പോകാനായിട്ട് ബസ്സിൽ കയറി എവിടെ പോകണമെന്ന് അറിയാൻ പാടില്ല. ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് അത്യാവശ്യം ആൾക്കാർക്ക് പോകാൻ പറ്റും. അങ്ങനെയുള്ളവർക്ക് വളരെ സിമ്പിളായിട്ട് എറണാകുളത്ത് കറങ്ങാൻ പറ്റിയ ഒരു മെത്തേഡ് നമ്മുടെ ഒരു വണ്ടി വന്നിട്ടുണ്ട്. യുലു റെന്റ് ബൈക്ക് പോലത്തെ ഒരു പരിപാടി തന്നെയാണ്. 1 മണിക്കൂറിന് മുതൽ 1 ദിവസത്തേക്ക് വരെ നമുക്ക് വാടക എടുക്കാം. ഇലക്ട്രിക് വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് ലൈസൻസ് വേണ്ട, പിന്നെ ഹെൽമെറ്റ് വെക്കണ്ട. അതായത് ആ ഒരു പവറിലുള്ള വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെൽമെറ്റ് വെക്കാണ്ട് കാറ്റും കൊണ്ട് നമ്മുടെ എറണാകുളം ചുറ്റി കാണാൻ പറ്റിയൊരു സെറ്റപ്പാണ്. മൊബൈൽ ആപ്പ് വഴിയാണ് നമ്മുടെ യുലു പ്രവർത്തിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പ് കിട്ടും. അത് നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യുക. ഇതാണ് ആപ്പ്. അതിനുശേഷം അൺലോക്ക് ചെയ്യുക. QR കോഡ് ചോദിക്കും. നമ്മുടെ വണ്ടി QR കോഡിൽ സ്കാൻ ചെയ്യുമ്പോൾ തന്നെ വണ്ടിയുടെ ലൊക്കേഷനും നമ്മുടെ ലൊക്കേഷനും എല്ലാം അതിൽ കാണിക്കും. പിന്നെ നമ്മൾ ഏത് പ്ലാനാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് വണ്ടി എടുത്തിട്ട് പോയാൽ മതി. അപ്പോൾ അതിൻ്റെ ബാറ്ററിയും ചാർജും എല്ലാം അതിൻ്റെ അകത്ത് ഫുള്ള് കാണിക്കുന്നുണ്ട്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ വേണ്ടി അവിടെ സ്റ്റാഫ് ഉണ്ടാവും. അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ റേഞ്ച് എന്നൊക്കെ പറയുന്നത് 60 കിലോമീറ്റർ കിട്ടും. ഒരു ഫുൾ ചാർജിൽ 60 കിലോമീറ്റർ ആണ് ഇതിന് കിട്ടുക. ഒരു ദിവസത്തേക്ക് റെന്റ് എടുത്ത് കഴിയുമ്പോഴേ പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്. കാര്യം 60 കിലോമീറ്റർ കഴിഞ്ഞാൽ ആ റേഞ്ച് കഴിഞ്ഞാൽ പിന്നെ വണ്ടി എന്ത് ചെയ്യും എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ ഇവിടെ കൊണ്ടുപോയാൽ അല്ലെങ്കിൽ ഇവരുടെ മറ്റൊരു ഷോറൂം ഉണ്ട്, അവിടെ കൊണ്ടുപോയിട്ട് വണ്ടി എക്സ്ചേഞ്ച് ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളതാണ് അടുത്ത ഓപ്ഷൻ. നിങ്ങളുടെ പേരൊക്കെ എന്തൊക്കെയാണ്? എൻ്റെ പേര് ഹനുൻ. എൻ്റെ ഷാഫി. നിങ്ങൾ എവിടെ നിന്നാണ്? ഞങ്ങൾ വയനാട്ടിൽ നിന്നാണ് വരുന്നത്. അവിടെ ഇവിടെ കൊച്ചി എറണാകുളമൊക്കെ വണ്ടിയിൽ കറങ്ങിയാ? ആ കറങ്ങി. ഇന്നലെ എടുത്തതാണ്. ഇന്നലെ ട്രക്ക് എടുത്തതാണ്. പക്ഷെ ഇന്നലെ ആയിരുന്നു അറിഞ്ഞ് 24 hours 400 എന്ന് പറഞ്ഞ് ഫസ്റ്റ് ട്രൈ ആകുമ്പോൾ 400 കിട്ടുമെന്ന് ഇന്നലെ ആയിരുന്നു അറിഞ്ഞത്. ഫസ്റ്റ് ട്രൈ അല്ലെങ്കിൽ 500 ആണ് ചാർജ് വരുന്നത്. ഇത് കിലോമീറ്ററിന് ചെറിയ പ്രശ്നമുള്ളൂ. 60 കിലോമീറ്റർ ആവണം. അത് നമ്മൾ എത്ര ദൂരെ പോയാലും 60 കിലോമീറ്റർ ബാറ്ററി കഴിയുമ്പോഴേക്ക് ഇവിടെ എത്തണം. എന്നാലേ ഇവിടുന്ന് വേറെ വണ്ടിയായിട്ട് സ്റ്റാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ചെറിയ പ്രശ്നമുണ്ടായിരുന്നു. ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു. സ്പീഡ് എങ്ങനെ ഉണ്ടായി? സ്പീഡ് കുഴപ്പമില്ല. എത്ര? ഇവിടെ 25 കിട്ടും. 25 ഉള്ളൂ. അത് ട്രാഫിക്കിലൊക്കെ പോകുമ്പോൾ ഓവർടേക്ക് ഒക്കെ ചെയ്യുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അല്ലാണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ലാത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ ചെറിയ പ്രശ്നമുണ്ട്. ഇത് ഫോണിലല്ല ഓപ്പറേറ്റ് ചെയ്യുന്നത്. അന്നേരം ചെറിയ പ്രശ്നമുണ്ട്. നല്ലതായിരിക്കും. ഫോണിന്റെ നെറ്റ് ഇതായി കഴിഞ്ഞാൽ വണ്ടിക്ക് ഇതാവും. നമ്മൾ ഫോണിലാണ് അൺലോക്ക് ചെയ്യുന്നതും ലോക്ക് ചെയ്യുന്നതും എല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത് ഫോണിലാണ്. നെറ്റ്വർക്ക് കണക്ഷൻ മസ്റ്റാണ്. ഓക്കെ. അപ്പോൾ അതിൻ്റെതായ ചെറിയ പ്രശ്നമുണ്ട്. വേറെ ബാക്കിയെല്ലാം ബാക്കിയൊക്കെ ഓക്കെയാണ്. അപ്പോൾ നിങ്ങൾ എത്ര പേരുണ്ടായി? ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു. താങ്ക് യു. ഓക്കെ. ഞാനിത് ഓടിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാർ ഇങ്ങനെ നോക്കുന്നുണ്ട്. നമുക്ക് കാണാം ചുറ്റിനുള്ള ആൾക്കാർ നമ്മളെ നിരീക്ഷിച്ചു പോകണം. പിന്നെ ക്യാമറമാൻ ഇങ്ങനെ വണ്ടിയിലിരുന്ന് എടുക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ആൾക്കാർ ശ്രദ്ധിക്കും. പക്ഷെ അതിൻ്റെ ഒന്നുമല്ല, സാധനം അടിപൊളിയാണ്. നമുക്ക് 1 മണിക്കൂറിന് എടുക്കാം റെൻ്റായിട്ട്, അല്ലെങ്കിൽ ഒരു ദിവസത്തിന് എടുക്കാം. നമ്മുടെ ഇഷ്ടമാണ്. കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് സാധനം എടുക്കാം. അതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ വണ്ടി ഓടിച്ചിട്ടൊന്നും പറയാനില്ല. ഓടിച്ചിട്ട് നല്ല കംഫർട്ടാണ്. ലൈസൻസ് ഇല്ലാത്തവർക്കും ഓടിക്കാമെന്നുള്ളതാണ് വലിയൊരു പ്രത്യേകത. ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ കാര്യങ്ങൾ ഇവിടുത്തെ സ്റ്റാഫുകൾ തന്നെ നിങ്ങളോട് പറയുന്നതായിരിക്കും. അപ്പോൾ സാറേ, എങ്ങനെയാണ് ഇതിൻ്റെ ഈ യുലുവിൻ്റെ പരിപാടികൾ എങ്ങനെയാണ് സംഭവം? നമ്മുടെ ഇവിടെ യുലു എന്ന് പറഞ്ഞ ആപ്പാണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ അകത്ത് പൈസ ലോഡ് ചെയ്യുക വാലറ്റിൽ. എന്നിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റും ഓരോ വണ്ടിയിൽ എത്ര റേഞ്ച് ഉണ്ടെന്ന് കാണാൻ പറ്റും. ആ നിങ്ങൾക്ക് ആവശ്യമുള്ള റേഞ്ച് അനുസരിച്ചുള്ള വണ്ടി ഇവിടെ മുകളിലുള്ള QR കോഡ് സ്കാൻ ചെയ്യുക. വണ്ടി അൺലോക്ക് ആവും. ഉപയോഗിക്കുക. തിരിച്ച് സോണിൽ കൊണ്ടുവരിക. ആപ്പിൽ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചുവിടെ വെക്കാം. അതാണ് ഉദ്ദേശം. റെന്റിന്റെ എമൗണ്ടിന്റെ പ്ലാനൊക്കെ എങ്ങനെയാണ്? എത്ര രൂപയൊക്കെ വരും? അത് നമുക്ക് പലതരം പ്ലാനുകൾ വരുന്നുണ്ട്. നിങ്ങൾ ആപ്പിൽ കാണാൻ പറ്റും. സ്റ്റാർട്ട് ചെയ്യുന്നത് 100 രൂപ തൊട്ട് 129 ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു ഇനീഷ്യൽ ഒരു 25% ഡിസ്കൗണ്ട് വരുന്നുണ്ട്. ഒരു കൂപ്പൺ കോഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ 3 hours, 8 hours, 24 hours ആണ് മാക്സിമം. 24 hours-ന് 499 ആണ് പ്ലാനിൽ വരിക. അപ്പോൾ നമ്മൾ ഇത് കല്ലൂർ സ്റ്റേഡിയത്തിന്റെ ഫ്രണ്ടിലാണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ മാത്രമുള്ള വേറെ സ്ഥലങ്ങളിലുണ്ടോ ഈ വണ്ടി? അതെ, ഇപ്പോൾ നമുക്ക് 2 സ്ഥലങ്ങളുള്ളത്, 2 സോണാണ് ഉള്ളത്. ഒന്ന് ഇവിടെ കല്ലൂർ സ്റ്റേഡിയത്തിന് മുമ്പിൽ, പിന്നെ കറുകപ്പള്ളിയിൽ സാരഥി സ്പോർട്സ് സെന്റർ. 2 സ്ഥലത്ത് ഇപ്പോൾ സോണുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച തൊട്ട് നമുക്ക് പുതിയ സോണുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെ വന്ന് നമ്മൾ വണ്ടി ഏൽപ്പിക്കേണ്ടി വരും അല്ലേ? ഏത് സോണിൽ നിന്ന് എടുത്താലും ഏത് സോണിൽ വേണമെങ്കിലും തിരിച്ചു കൊണ്ടുപോയി വെക്കാം. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇതൊക്കെയാണ് യുലുവിൻ്റെ വിശേഷങ്ങൾ. സംഭവം അടിപൊളിയാണ്. കൊച്ചി വൈബ് ആസ്വദിക്കാൻ പറ്റിയ ഒരു സാധനമാണ് നമ്മുടെ യുലു. ഇനി എറണാകുളത്ത് വരുന്ന നിങ്ങൾക്ക് ഇതിനേക്കാളും സ്പീഡും മൈലേജുള്ള വണ്ടി വേണമെന്നുണ്ടെങ്കിൽ ബൈക്ക് റെന്റിൻ്റെ വീഡിയോ നമ്മൾ പുറകെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. വീഡിയോനെ കുറിച്ചുള്ള വീഡിയോ ആയിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കാം, ഷെയർ ചെയ്തേക്കാം. അതുപോലെ നമ്മുടെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിലേക്ക് വന്നേക്കാം.